വെൽക്കം ഓൾ. നമുക്ക് മൈക്രോസ്കോപ്പുകളെ കുറിച്ച് പഠിക്കാം. മൈക്രോസ്കോപ്പി എന്താണ്, മൈക്രോടെക്നിക്ക് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താണ് മൈക്രോസ്കോപ്പിയുടെ ടെക്നിക്സ് എന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, കുറച്ച് ടേംസും കാര്യങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോസ്കോപ്പി. അപ്പോൾ എന്താണ് മൈക്രോസ്കോപ്പി? മൈക്രോസ്കോപ്പി ഈസ് ദ ടെക്നിക്കൽ ഫീൽഡ് ഓഫ് യൂസിങ് മൈക്രോസ്കോപ്സ് to magnify and examine minute objects that are not visible to unaided human eye. ഓക്കെ, എന്താണ് മൈക്രോസ്കോപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ സെൻറ്റൻസ് മാത്രം എഴുതിയാൽ മതിയായിരിക്കും. ഓക്കെ, എന്താണ് മൈക്രോസ്കോപ്പുകൾ യൂസ് ചെയ്തിട്ട് വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒബ്ജക്റ്റുകളെ, അതായത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ലെൻസിൻ്റെയോ എന്തെങ്കിലും ഒരു എയ്ഡിൻ്റെ സഹായം ഇല്ലാതെ കാണാൻ പറ്റാത്തവനെ നമ്മളതിനെ മാഗ്നിഫൈ ചെയ്തിട്ട് വലുതാക്കി കാണാൻ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മൈക്രോസ്കോപ്പി. മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ചെയ്യുന്ന ടെക്നിക്കാണ് എന്ത്? മൈക്രോസ്കോപ്പി ആർ ദ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. എന്താണ് മൈക്രോസ്കോപ്പ്? ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. പല ടൈപ്പ് മൈക്രോസ്കോപ്പ് നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മുടെ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉണ്ടായിരിക്കും, അതുപോലെ പല ടൈപ്പ് മൈക്രോസ്കോപ്പുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാതും എന്താണ്? ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതായത് എല്ലാത്തിൻ്റെ അകത്ത് എന്തുണ്ട്? ലെൻസുകൾ ഉണ്ട് അല്ലെ? മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെൻസുകൾ കാണാം. ആർ ദ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ടു പ്രൊഡ്യൂസ് മാഗ്നിഫിഷ്യൻറ്റ് വിഷ്വൽസ് ഓർ ഫോട്ടോഗ്രാഫിക് ഇമേജസ് ഓർ വെരി മൈന്യൂട്ട് ഒബ്ജക്ട്സ്. ഓക്കെ, they are not only provide magnificent images of objects but also give increased resolution. എന്താണ്? ഒരു വളരെ ചെറിയ ഒരു വസ്തുവിനെ വലുതാക്കി കാണിക്കുക മാത്രമല്ല ചെയ്യണേ, നമുക്ക് അതിൻ്റെ റെസൊല്യൂഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കാനും സഹായിക്കും. അതായത് രണ്ട് ഒബ്ജക്ട്സ്, അതായത് ഇപ്പോൾ രണ്ട് സെല്ലുകളാണെങ്കിൽ ഈ രണ്ട് സെല്ലുകളും തമ്മിൽ എത്രത്തോളം ദൂരം ഉണ്ടെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് സാധിക്കും? മൈക്രോസ്കോപ്പുകൾ യൂസ് ചെയ്താൽ സാധിക്കും. റെസൊല്യൂഷൻ ഇസ് ദ എബിലിറ്റി ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ടു ക്ലോസ്ലി അഡ്ജസൻറ്റ് പോയിന്റ്സ് ഓർ ഒബ്ജക്ട്സ് ആസ് സെപ്പറേറ്റ് എൻറ്റൈറ്റീസ് rather than viewing them as a single unit. The minimum distance between the 2 points required for their resolution is known as limit of resolution. എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ചെറിയ വസ്തുവിനെ, ഒരു മൈന്യൂട്ടായിട്ടുള്ള സബ്ജക്റ്റിനെ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അങ്ങനെ വലുതാക്കുക മാത്രമല്ല, രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഗത്തിരിക്കുന്ന രണ്ട് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വസ്തുക്കൾ തമ്മിൽ എത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഗൂഗിൾ എർത്ത് എടുത്ത് നോക്കാറില്ലേ? അല്ലെങ്കിൽ നമ്മുടെ മാപ്പ് തന്നെ എടുത്ത് നോക്കാറില്ലേ? മാപ്പ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കാറില്ലേ? ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റിൽ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് സൂം ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറേ ബ്ലോക്സ് ആയിട്ടായിരിക്കും കാണുക അല്ലേ? എത്രത്തോളം സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു വിഷ്വൽ കിട്ടുമോ, അത് എത്ര മൈന്യൂട്ടായി പോയി കഴിഞ്ഞാലാണ് ക്ലിയർ ആയിട്ടുള്ളത് കിട്ടുന്നത്. ചിലപ്പോൾ വീണ്ടും നമ്മൾ സൂം ചെയ്ത് പോയി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ളവരെ നമുക്ക് കിട്ടൂല. അപ്പം എത്ര പോയി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള, അതായത് എത്ര സൂം ചെയ്താലാണ് ക്ലിയർ ഒബ്ജക്റ്റ് കിട്ടുന്നത്, ആ ഒരു ലെവൽ ഉണ്ടായിരിക്കുമല്ലോ. അത് ഓരോ മൈക്രോസ്കോപ്പുകൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് റെസൊല്യൂഷൻ. നമ്മൾ മൈക്രോസ്കോപ്പിൽ തന്നെ പല പല ലെൻസുകൾ നമ്മൾ മാറ്റിയിട്ടില്ലേ? 10, 20, 40 അങ്ങനെ പറഞ്ഞിട്ട് 60 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ലെൻസുകൾ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും. അതാണ് റെസൊല്യൂഷൻ. ഓക്കെ, അതായത് എത്രത്തോളം മാഗ്നിഫൈ ചെയ്തിട്ട്, എത്രത്തോളം ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ട് ഓരോന്നിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ക്ലിയർ ആയില്ലേ? മാപ്പ് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? ഒന്ന് മാപ്പ് എടുത്ത് നോക്കിയാൽ മതി, ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി. എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ അത്രയായിരിക്കും അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഓഫ് അൺഎയ്ഡഡ് ഹ്യൂമൻ ഐ ഇസ് ഓൺലി 100 മൈക്രോൺസ്. എന്താണ്? നമ്മുടെ ഹ്യൂമൻ ഐയുടെ റെസൊല്യൂഷൻ പവറാണ് പറയണത്. നമുക്ക് 0.1 മില്ലിമീറ്റർ അത്രയും ചെറിയൊരു അളവ്, അത്ര ചെറുതല്ല, ഒരു 100 മൈക്രോൺസ് വരെ ഉള്ളതൊക്കെ എങ്ങനെ പോയാലും ഏറ്റവും നല്ല കാഴ്ചയുള്ളവർക്കും കാണാൻ പറ്റുള്ളൂ. അതിനേക്കാട്ടും ചെറുതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. 2 objects closer than 100 microns cannot be perceived by human eye as two distinctly separate objects. എന്താണ്? 100 മൈക്രോണിനെക്കാട്ടും അടുത്താണ് ഉള്ളതെന്നുണ്ടെങ്കിൽ, അതായത് അത്രയും അടുത്താണ്
ഒബ്ജക്ട്സ് ഉള്ളതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ സെൽസ് ഒക്കെ ആണെങ്കിൽ വളരെ അടുത്താണ് അല്ലേ, അതായത് അവരുടെ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. അപ്പോൾ അത്രയും ചെറിയ ഡിസ്റ്റൻസിലുള്ള രണ്ട് സാധനങ്ങൾ ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ട് രണ്ടും രണ്ടായിട്ട് കാണാൻ എന്തുകൊണ്ട് സാധിക്കില്ല, നമ്മുടെ കണ്ണുകൊണ്ട് കാണിക്കില്ല. ഫോർ ഒബ്സർവിങ് മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സ് ക്ലിയർലി they have to be magnified with the help of an optical system. ഏതെങ്കിലും ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റം വെച്ചിട്ട്, ഇപ്പോൾ നമ്മൾ തന്നെ കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ് അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ. അപ്പോൾ അതിൽ ഏത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ലെൻസ്, ഓക്കെ, അതിൽ ഒരെണ്ണം നമുക്ക് വലുതാക്കി കാണാനും ഒന്ന് നമുക്ക് ചെറുതാക്കി കാണാനുമാണ് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ ഏത് ലെൻസ് ആണെന്നുള്ളത്. മൈക്രോസ്കോപ്സ് ആർ യൂസ്ഡ് ടു ഒബ്സർവ് ലൈവ് ഓർ ഫിക്സ്ഡ് സെൽസ് ആൻഡ് ടിഷ്യൂസ്. മൈക്രോസ്കോപ്പ് കൊണ്ട് നമുക്ക് ലൈവ് ആയിട്ടുള്ള സെല്ലുകളും അറ്റ് ദ സെയിം ടൈം ഡെഡ് ആയിട്ടുള്ള സെല്ലുകളും, അതായത് ലൈവായിട്ട് നമുക്കിപ്പോൾ നിങ്ങൾ കേർഡൊക്കെ നോക്കിയിട്ടുണ്ടോ, കേർഡ് നമ്മൾ നോക്കും, അതിലത്തെ മൈക്രോൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട്. ഇപ്പം നിങ്ങൾ പി ജിക്കൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ പി ജിയിൽ നമ്മൾ ചെയ്യും, ഇങ്ങനെ കറുത്ത ആകാശത്ത് നക്ഷത്രങ്ങൾ നിൽക്കുന്ന പോലെ ആയിരിക്കും അതിൽ നമുക്ക് കാണാൻ പറ്റും. അത് ഫുൾ ബ്ലാക്ക് ആയിരിക്കും, ഇടയ്ക്ക് മാത്രമേ ബാക്ടീരിയാസ് ഇങ്ങനെ വൈറ്റ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു വൈറ്റ് ഡോട്ട്സ് ആയിട്ടായിരിക്കും കാണാൻ പറ്റുക. ഓക്കെ, അതായത് അത് ലൈവായിട്ടുള്ളതാണ്. അല്ലാതെ നമുക്ക് എന്താണ് ഡെഡ് ആയിട്ടുള്ളതാണെങ്കിൽ, ഇപ്പോൾ ലീഫിൻ്റെയൊക്കെ സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ലൈവ് ആയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ രണ്ടും നമുക്ക് കാണാൻ പറ്റും. ലൈവ് സെൽസ് ആർ വ്യൂഡ് ബൈ ത്രീ പ്രിൻസിപ്പൽ മെത്തേഡ്സ്. ലൈവ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് 3 മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതിനെ വ്യൂ ചെയ്യാം. മൗണ്ട് മെത്തേഡ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ എന്താണ് ഈ മൗണ്ട് മെത്തേഡ് എന്നുള്ളതൊക്കെ ഈ ഒരു ഭാഗത്തിന് മൈക്രോസ്കോപ്പിയിൽ ഇനി വരുന്ന ഭാഗങ്ങളിൽ പഠിക്കും. ഓക്കെ, മൗണ്ട് മെത്തേഡ് യൂസ് ചെയ്യാം, ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ് യൂസ് ചെയ്യാം, സ്മിയർ മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഈ 3 എണ്ണമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. മൗണ്ടിലാണെങ്കിൽ in wet mount method, a drop of cell suspension is placed on a flat microscopic slide and sealed with a cover slip for microscopic observation in okay, അതായത് നോർമലി നിങ്ങൾ ഇത്രയും കാലം ചെയ്തത് എങ്ങനെയാണ്, ഇത്രയും കാലം നമ്മൾ മൈക്രോസ്കോപ്പ് എങ്ങനെയാണ് പതുക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ എങ്ങനെ യൂസ് ചെയ്ത് ഒരു ക്ലിയർ സ്ലൈഡ് ഉണ്ടായിരിക്കും അല്ല, ഒരു സിലിണ്ടർ സ്ലൈഡ് ഉണ്ടായിരിക്കും. ആ സ്ലൈഡിൽ എന്താണോ നമുക്ക് വ്യൂ ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു സെല്ലാണെന്നുണ്ടെങ്കിൽ ആ സെല്ലിൻ്റെ സസ്പെൻഷൻ എന്ത് ചെയ്യണോ, നമ്മൾ ആ ഒരു ഗ്ലാസിൻ്റെ സ്ലൈഡിൽ വെക്കണം. ഇതാണ് ഗ്ലാസ് സ്ലൈഡെങ്കിൽ, ഓക്കെ, ഇതിൻ്റെ സെൻറ്ററിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ നമുക്ക് വ്യൂ ചെയ്യേണ്ട സാധനം, അത് ഇത് സെല്ലാണെന്നുണ്ടെങ്കിൽ സെല്ലോ ടിഷ്യൂസോ എന്തോ ആണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യണം. എന്നിട്ട് ഒരു ഡ്രോപ്പ് വാട്ടർ അല്ലെങ്കിൽ ഗ്ലിസറിൻ ഏതെങ്കിലും ഒന്ന് അല്ലേ, ഏതെങ്കിലും ഒന്ന് ഇട്ടിട്ട് പതുക്കെ എന്ത് ചെയ്യും, നീഡിലൊക്കെ വെച്ചിട്ട് നമ്മളൊരു കവർ സ്ലിപ്പ് ഇടും അല്ലെ, എയർ ബബിൾസ് ഇല്ലാതെ ഒരു കവർ സ്ലിപ്പ് ഇട്ടിട്ടാണ് നമ്മൾ വ്യൂ ചെയ്യാറ്. അതാണ് ഏറ്റവും നോർമൽ മെത്തേഡ്, അതാണ് മൗണ്ട് മെത്തേഡ്. ഓക്കെ, ഇനി ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ് ആണെങ്കിൽ മൈക്രോ സ്ലൈഡ് ഹാവിങ് എ കോൺകേവ്ഡ് ഡിപ്രഷൻ ഇസ് യൂസ്ഡ്. അതായത് ഇതിൽ നിങ്ങൾ ഈ സ്ലൈഡും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മളിപ്പോൾ മൗണ്ട് മെത്തേഡിൽ യൂസ് ചെയ്ത സ്ലൈഡ് എന്ന് പറഞ്ഞാൽ നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കാണുന്ന പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ് ആയിരിക്കും. പക്ഷേ ഈ ഡ്രോപ്പ് മെത്തേഡിലാണെങ്കിൽ ഈ സ്ലൈഡ് നോർമലി പോലെ ആയിരിക്കും ഇതിൻ്റെ സൈഡുകളൊക്കെ ഉണ്ടായിരിക്കുക, പക്ഷേ സെൻറ്ററിൽ ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും, ചെറുതായിട്ട് ചെറിയൊരു കുഴിവ് പോലെ, ഒരു റൗണ്ടിൽ ഒരു ചെറിയൊരു കുഴിവ് പോലെ ഉണ്ടായിരിക്കും. അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എ ഡ്രോപ്പ് ഓഫ് സെൽ സസ്പെൻഷൻ ഇസ് പ്ലേസ്ഡ് ഓൺ എ കവർ സ്ലിപ്പ് ആൻഡ് ഇൻവേർട്ടഡ് കവർ ആൻഡ് ഡിപ്രഷൻ ഓഫ് ദ മൈക്രോ സ്ലൈഡ് ആൻഡ് ദെൻ ഇമേജ്ഡ് യൂസിങ് മൈക്രോസ്കോപ്പ്. എന്താ ചെയ്യണേ, ഇനി ബാക്കി ഇവിടെ ചെയ്ത പോലെ തന്നെ ആ ഒരു ഓട്ടയിൽ, അതായത് ആ ഒരു ചെറിയൊരു ഡിപ്രഷനിൽ നമ്മൾ നമ്മുടെ സെൽ സസ്പെൻഷൻ ഇടുന്നു, അതിൻ്റെ മുകളിൽ കവർ സ്ലിപ്പ് ഇടുന്നു, പിന്നെ നമ്മൾ വ്യൂ ചെയ്യണം. ഓക്കെ, അത് അടുത്ത മെത്തേഡ്. ഇനി ഇൻ സ്മിയർ മെത്തേഡ് ദ സെൽ സസ്പെൻഷൻ ഈസ് ഫസ്റ്റ് പ്ലേസ്ഡ് ഓൺ എ ഫ്ലാറ്റ് മൈക്രോ സ്ലൈഡ്. ഇതിലെങ്ങനെയാണ്, സാധാരണ ഒരു മൈക്രോ സ്ലൈഡ് നമ്മൾ ആദ്യം യൂസ് ചെയ്ത പോലത്തെ നോർമലി നമ്മൾ കാണുന്ന സ്ലൈഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സ്പ്രെഡ് over the slide using other slide and then cover by second slide for imaging the microscope. ഇതിൽ ചെയ്യുന്നതേ നിങ്ങൾ സുവോളജിയിൽ നമ്മൾ ഏതാണ് നമ്മുടെ ബ്ലഡൊക്കെ നോക്കിയിട്ടുണ്ടായിരിക്കില്ലേ, ബ്ലഡ് എങ്ങനെ, നമ്മളൊരു ഡ്രോപ്പ് ബ്ലഡ്, ഇപ്പോൾ ഇതാണ് സ്ലൈഡെങ്കിൽ ഇവിടെ നമ്മളൊരു ഡ്രോപ്പ് ബ്ലഡ് ആക്കും അല്ലേ, എന്നിട്ട് വേറൊരു സ്ലൈഡ് ഇതേപോലത്തെ തന്നെ വേറൊരു ഫ്ലാറ്റ് സ്ലൈഡ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ടേക്കൊന്ന്
വരയും അല്ലേ, അതായത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് ഒരു തിൻ ഫിലിം ഉണ്ടാക്കി എടുക്കാനാണ് അല്ലേ. അങ്ങനെ ആക്കിയെടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യാണ്, അത് നമ്മൾ അടുത്തടുത്ത മെത്തേഡുകളൊക്കെ യൂസ് ചെയ്ത് പിന്നെ നമ്മളതിനെ വ്യൂ ചെയ്യുന്നതാണ് സ്മിയർ മെത്തേഡ് എന്ന് പറയുന്നത്. In smear method, the cell suspension is first placed on a flat microslide, spread over the slide using other slide, and then covered by a second slide for imaging by a microscope. Okay, clear ആയെന്ന് വിചാരിക്കുന്നു. Microscopic observation of fixed cells involved a series of chemical processing such as fixation, dehydration, embedding, staining and mounting. പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? ഫിക്സ് ചെയ്യാം, ഡീഹൈഡ്രേഷൻ ചെയ്യാം, എംബെഡിങ് ചെയ്യാം, സ്റ്റെയിനിങ് ചെയ്യാം, മൗണ്ടിങ് ചെയ്യാം. കൂടുതലായിട്ട് നിങ്ങൾ സ്റ്റെയിനിങ് ആയിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക, മൗണ്ടിങ്ങും ചെയ്യും. ഓക്കെ, ഫിക്സേഷൻ ഇസ് ദ സഡേൺ കില്ലിംഗ് ഓഫ് സെൽ. ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ സഡേൺ കില്ലിംഗ് ആണ്, പ്രിവെൻറ്റിങ് ദെയർ ഫോം, ഷേപ്പ് ആൻഡ് കെമിക്കൽ കോമ്പോസിഷൻ. ഈ സഡേൺ കില്ലിംഗ് ചെയ്യുമ്പോൾ, സെല്ലിനെ സഡേൺ കില്ലിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏത് ഫോമിലാണോ ഇപ്പോൾ ആ സെല്ലിരിക്കുന്നത് അതേ ഫോമിൽ അതങ്ങനെ തന്നെ ഇരിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു മൈറ്റോസിസിൻ്റെ അല്ലെങ്കിൽ മിയോസിസിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളാണ് ആ ഒരു സെൽ ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേജാണ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലായിട്ടും ഫിക്സേഷനാണ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സഡേൺ ആയിട്ട് ആ സെല്ലിനെ നമ്മൾ കില്ല് ചെയ്യും. അപ്പോൾ ഏത് രീതിയിലാണോ ആ സെല്ല് ഇരുന്നിരുന്നത് അങ്ങനെ തന്നെ അത് റിമൈൻ ചെയ്യും. ഓക്കെ, അതിൻ്റെ സെയിം കെമിക്കൽ കോമ്പോസിഷൻ ആയിരിക്കും, അതിൻ്റെ അതേ ഷേപ്പ് ആയിരിക്കും, അങ്ങനെ തന്നെ ഇരിക്കും. ഓക്കെ, ദിസ് ഈസ് അക്കംപ്ലിഷ്ഡ് ദ ഹെൽപ്പ് ഓഫ് കെമിക്കൽ ഏജൻറ്റ്സ്. ചില കെമിക്കൽ ഏജൻറ്റ്സ് വെച്ചിട്ടാണ്, ഫിക്സേറ്റീവ്സ്, പലതരം ഫിക്സേറ്റീവ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് നമ്മളതിനെ ഫ്രീസ് ചെയ്യും. നമ്മൾ ഫ്രീസ് ചെയ്താൽ എങ്ങനെയാണ്, നമ്മൾ അങ്ങനെ തന്നെ നിൽക്കും അല്ലേ. അപ്പോൾ അതുപോലെ ഫ്രീസ് ചെയ്യുകയും ചെയ്യാം ഇതിൽ ഫിക്സേഷനിൽ. ഓക്കെ, കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് കെമിക്കൽസിനെ ഫിക്സേഷനിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽസിനെ ഫിക്സേറ്റീവ്സ് എന്ന് പറയും. അതല്ലാതെ സഡേൺ ഫ്രീസിങ് വഴിയും ഫിക്സേഷൻ ചെയ്യാം. ഓക്കെ, ഇനി ഡീഹൈഡ്രേഷൻ ആണെങ്കിൽ, ഡീഹൈഡ്രേഷൻ ഇസ് ദ റിമൂവൽ ഓഫ് വാട്ടർ ഫ്രം ദ ഫിക്സ്ഡ് മെറ്റീരിയൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കെമിക്കൽ റിയേജൻറ്റ്. ഡീഹൈഡ്രേഷൻ ആണെങ്കിൽ എന്താ, ഡീഹൈഡ്രേഷൻ അതായത് അതിലുള്ള വാട്ടർ കണ്ടന്റ് മുഴുവനും നമ്മൾ എന്ത് ചെയ്തെടുക്കുകയാണ്, അതിൽ നിന്ന് മാറ്റി അതിൽ നിന്ന് റിമൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഫിക്സ് ചെയ്തിട്ടുള്ളതിന് നമ്മൾ എന്ത് ചെയ്യണു, അതിൽ നിന്ന് റിമൂവ് ചെയ്യാണ്. ചില കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡീഹൈഡ്രേഷൻ ചെയ്യുന്നത്. ഇനി എംബെഡിങ് ആണെങ്കിൽ is the process by which the dehydrated material is made rigid by coating it with hard substance stain. എന്താണ് എംബെഡിങ് എന്ന് പറഞ്ഞാൽ, ഈ ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ടുള്ള ആ മെറ്റീരിയൽ ഉണ്ടല്ലോ അതിനെ നമ്മൾ റിജിഡ് ആക്കുകയാണ്. എന്ത് ചെയ്യാണ്, ഒരു റിജിഡ് ആക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഹാർഡനിങ് ചെയ്യുക. അപ്പം അതിൽ വെള്ളമൊന്നുമില്ല, ഡീഹൈഡ്രേറ്റ് ചെയ്ത് കളഞ്ഞിട്ട്. ഇനി അത് നശിച്ചു പോകാൻ പാടില്ല അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസസ് കൊണ്ട് കോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് എംബെഡിങ്ങിൽ. ഇനി സ്റ്റെയിനിങ്ങിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സ്റ്റെയിൻ ചെയ്യിക്കുകയാണ്. പലതരം സ്റ്റെയിനിങ് ഏജൻറ്റ്സ് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും അല്ലേ. ഏതെങ്കിലും ഒരു സ്റ്റെയിൻ യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ മെത്തിലിൻ ബ്ലൂ അങ്ങനെ ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റെയിൻ ചെയ്യിക്കും. സ്റ്റെയിനിങ് ഇസ് ദ കളറിംഗ് ഓഫ് എംബെഡഡ് മെറ്റീരിയൽ വിത്ത് എ സ്യൂട്ടബിൾ ഡൈ ഓർ ബ്രൈറ്റൻ the contrast between its different structures. Mounting is the sealing of stained material on the slide covering with a cover slip. ഓക്കെ, മനസ്സിലായോ? പല രീതിയിൽ, അതായത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പറയുന്നത്. ഫിക്സേഷൻ, ഡീഹൈഡ്രേഷൻ, എംബെഡിങ്, സ്റ്റെയിനിങ് ആൻഡ് മൗണ്ടിങ്. ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സഡേൺ കില്ലിംഗ് ആണ്. പിന്നെ അത് ഏത് മെത്തേഡ്, അതായത് ഫിക്സേറ്റീവ്സ് വെച്ചിട്ടോ സഡേൺ ഫ്രീസിങ് വെച്ചിട്ടോ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്യും, അതായത് അതിലെ വാട്ടർ കണ്ടന്റ് മുഴുവനും റിമൂവ് ചെയ്യും. ദെൻ അതിനെ എംബെഡിങ് ചെയ്യും, അതായത് അതിൻ്റെ സർഫസ് ഒക്കെ റിജിഡ് ആക്കും. അതിനുശേഷം സ്റ്റെയിനിങ് ചെയ്യും. സ്റ്റെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റെയിനിങ് ചെയ്യാന്ന് പറഞ്ഞാൽ പല സെല്ലുകളും നിങ്ങൾ കറക്റ്റായിട്ട് തിന്നായിട്ടുള്ള ഒരു സെക്ഷൻ എടുത്തതെന്ന് വിചാരിക്കുക. വളരെ തിൻ സെക്ഷൻ എടുത്തിട്ട് അതിന് നമ്മൾ സ്റ്റെയിൻ ചെയ്തു. ചിലപ്പോൾ 10 സെക്കൻഡ് ആയിരിക്കും, ആ ഒരു സെല്ലിൻ്റെ ടൈപ്പിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് 10 സെക്കൻഡ്, 20 സെക്കൻഡ്, ചിലപ്പോൾ നമ്മൾ 30 സെക്കൻഡ് ഒക്കെ ഇട്ട് വയ്ക്കുക അല്ലേ. അത് സ്റ്റെയിൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ 10 സെക്കൻഡാണ് നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ 10 സെക്കൻഡിൽ ഇപ്പോൾ ഒരു ലക്ഷം സെല്ലുകൾ ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങളെടുത്ത ആ ഒരു കുഞ്ഞു സെക്ഷനിൽ. അപ്പോൾ ആ 1,00,000 സെല്ലുകളും പല രീതിയിലായിരിക്കും ഈ സ്റ്റെയിനിനെ അബ്സോർബ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ ടൈപ്പ് സെല്ലുകൾ, ഇപ്പോൾ പാരൻകൈമാറ്റിസ് ഉണ്ടായിരിക്കും, കോളൻകൈമാറ്റിസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോന്നിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ട് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് മൗണ്ട് ചെയ്ത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു.
ഓക്കെ, അപ്പോൾ ആ സ്റ്റെപ്സ് ഒന്ന് പഠിച്ചു വെച്ചോട്ടോ, എന്താണ് ഓരോന്നെന്നുള്ളത്. ഇനി മാഗ്നിഫിക്കേഷൻ ഓഫ് എ മൈക്രോസ്കോപ്പ് refers to the degree at which image of an object is enlarged. It represents the ratio between the size of image and that of the object. The rate of magnification is proportional to the proximity of the object to the magnifying object lens. Thus, the closer the objective, less to the object, the higher would be the magnification. അതായത് മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്ക് എത്ര നന്നായിട്ട് ഒരു കുഞ്ഞു ഒബ്ജക്റ്റിനെ, ഒരു മൈന്യൂട്ട് ഒബ്ജക്റ്റിനെ എത്ര നന്നായിട്ട് വലുതാക്കി കാണാൻ പറ്റും എന്നുള്ളതാണ് മാഗ്നിഫിക്കേഷൻ. ഈ മാഗ്നിഫൈങ് പവർ ഓരോന്നിനും, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മൈക്രോസ്കോപ്പിന് 10, 20, 40 അങ്ങനെ പല 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 പവർ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നോർമലി നമുക്ക് കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ തന്നെ നമ്മൾ ലെൻസ് വയ്ക്കും അല്ലേ. അപ്പോൾ ആ ലെൻസിന് തന്നെ പവറിന് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ മൈക്രോസ്കോപ്പിൻ്റെ പവറിനും വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, ലെൻസിൻ്റെ പവറിന് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇതിൻ്റെ മാഗ്നിഫൈങ് പവർ കണക്കാക്കാന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 10, 20, 40 എന്നുള്ളത്, ആ 10, 20, 40 എന്നുള്ള ആ ഒരു നമ്പർ എങ്ങനെ കൊടുക്കുന്നു, ഓക്കെ, അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ രീതിയാണ് എഴുതിയിട്ടുള്ളത്. മാഗ്നിഫൈങ് പവർ ഈക്വൽ ടു സൈസ് ഓഫ് ദ റെറ്റിനാൽ ഇമേജ് ഫോംഡ് ബൈ മൈക്രോസ്കോപ്പ് ഡിവൈഡഡ് ബൈ സൈസ് ഓഫ് റെറ്റിനാൽ ഇമേജ് ഫോംഡ് ബൈ അൺഎയ്ഡഡ് ഐ. ഓക്കെ, അതായത് എത്ര ഇതായിട്ടാണോ നമുക്ക് ഒരു മൈക്രോസ്കോപ്പ് വെച്ചിട്ട് കാണാൻ പറ്റുന്നത്, ഡിവൈഡഡ് ബൈ നമുക്ക് നോർമലി നമ്മുടെ കണ്ണുകൊണ്ട്, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ 100 മൈക്രോൺ വരെയുള്ളത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടേതും അതുപോലെ മൈക്രോസ്കോപ്പിൻ്റെയും വെച്ചിട്ട് അത് രണ്ടും വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടും വെച്ച് ഡിവൈഡ് ചെയ്തിട്ടാണ് മാഗ്നിഫൈങ് പവർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചോ. മാഗ്നിഫൈങ് പവർ ഈക്വൽ ടു സൈസ് ഓഫ് റെറ്റിനാൽ ഇമേജ് ഫൗണ്ട് ബൈ മൈക്രോസ്കോപ്പ് ഡിവൈഡഡ് ബൈ സൈസ് ഓഫ് ദ റെറ്റിനാൽ ഇമേജ് ഫൗണ്ട് ബൈ ദ ഐ. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം മൈക്രോസ്കോപ്പി ടെക്നിക്കിൻ്റെ ഭാഗം ഒരിക്കലും വെറുതെ തിയറി ആയിട്ട് വായിച്ചു പോയാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞില്ലേ, നമ്മുടെ ഗൂഗിൾ മാപ്പ്, അതുപോലെ നമ്മൾ ഡെയിലി നമ്മൾ ലാബിൽ പോയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അത് വെച്ചിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ അയ്യോ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ തോന്നിയിട്ട് കൺഫ്യൂഷൻ ആവുകയുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും.